നമസ്കാരം. മത്സ്യലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സൈഡിലിരിക്കണ ഫ്രിഡ്ജ് ബോക്സുകളെല്ലാം മുകളിലേക്ക് മാറ്റാണ്. ഈ സ്ഥലം നമുക്ക് മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മാറ്റണത്. മറ്റൊരാവശ്യം എന്ന് പറഞ്ഞാൽ മീനുമായി ബന്ധപ്പെട്ട ആവശ്യമൊന്നുമല്ല. വീട്ടിൽ വേറെ ആവശ്യങ്ങൾ വന്നു ആ സ്ഥലത്തുകൊണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സുകൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 ഫ്രിഡ്ജ് ബോക്സാണ് അവിടെ ഇരിക്കുന്നത്. അതായത് ഒരു 3 ഫ്രിഡ്ജും ഒരു ഫ്രീസറിൻ്റെയും അങ്ങനെ 4 എണ്ണമാണ് ഇരിക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ പണികളൊക്കെ തുടങ്ങിയിട്ട് ഞാനപ്പോൾ കുറച്ച് മീനൊക്കെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒറ്റ സ്ട്രെയിനാണ് ഉള്ളത് കൊണ്ട് ഒറ്റ സ്ട്രെയിൻ കപ്പിയാൽ നമ്മുടെ കയ്യിലുള്ളൂ ആകെ പ്ലാറ്റിനം കോയി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അതിനെല്ലാത്തിനും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ പാത്രങ്ങളിലൊക്കെ ഇട്ടാൽ മതി. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിൽ വരണില്ല. കുഞ്ഞുങ്ങളെയും അഡൾട്ടിനെയും എല്ലാത്തിനെയും കൂടി പിടിച്ചിട്ട് ഇതേപോലെ സോപ്പ് ഓയിൽ വരണത് നന്നായി കഴുകി എടുത്തേക്കണാണ്. അതിലാണ് നമ്മൾ ഇട്ടേക്കണേ. അങ്ങനെ കുറേ എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് പിടിക്കാൻ കെടുക്കണമുണ്ട് മീനുകളെ. അങ്ങനെ ഇതെല്ലാം നമ്മൾ പിടിച്ചതാണ് കേട്ടോ. നമ്മൾ മുകളിൽ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ടെറസിൻ്റെ മുകളിൽ, ഇതിനൊക്കെ ഒരു താൽക്കാലികമായിട്ട് ഇടാനായിട്ടേ. അപ്പോൾ ഇതാണ് ഈ കാണുന്ന രീതിയിലാണ് ചെയ്തേക്കണേ. ഒരു 6 അടി നീളവും ഒരു 3 അടി വീതിയും ഉയരം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ, ഒരു 3 അടിക്ക് താഴെ തന്നെയാണ് വരണേ. അങ്ങനെ ഉള്ളൊരു ചെറിയൊരു ടാർപോളിൻ്റെ ടാങ്കാണിത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. ഇങ്ങനെ കുറേ കയറൊക്കെ വലിച്ച് കെട്ടി എങ്ങനെ അങ്ങോട്ടൊക്കെ പിടിച്ച് നിർത്തിയിട്ടാണ് ചെയ്തേക്കണേ. ഈ കാണുന്നത് നമ്മുടെ പോളാർ വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. പോളാർ വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കാണ് അവരുടെ പാരൻസിൻ്റെ നിന്ന് മാറ്റിയിട്ട്. നിലവിൽ നമ്മുടെ പോളാർ വൈറ്റുകൾ വീണ്ടും മുട്ടയിട്ട് കുഞ്ഞുങ്ങളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഈ വീഡിയോയ്ക്ക് പിന്നാലെ തന്നെ ആ വീഡിയോ ഒന്ന് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ അവർ ഉഷാറാണ്, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അവർക്ക് ഹൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ആപ്പിൾ സ്നെയിൽസിനെ അതായത് പ്രായമായ ആപ്പിൾ സ്നെയിൽസ് ചത്തു പോകുമ്പോൾ അതിൻ്റെ തോട് മാത്രമായിട്ട് ഇട്ടേക്കാണ് അവർക്ക് ഹൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാറ്റാമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ താഴെയുള്ള എല്ലാ മീനുകളെയും. അപ്പോൾ ഇതിൽ വെള്ളം നിറയ്ക്കാം നമുക്ക്. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്, കാരണം കുറച്ച് വെള്ളം വരണുള്ളൂ. ചെറിയൊരു പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനി വെള്ളം നിറയുന്ന കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോഴേക്കും ബാക്കിയുള്ള മീനുകളും കൂടി ഞാൻ മുകളിൽ കൊണ്ടുവന്നു എല്ലാത്തിനെയും ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ താഴെ നിന്ന് പിടിച്ച എല്ലാ മീനുകളെയും അതിൻ്റെ വലിപ്പ വ്യത്യാസം നോക്കാണ്ട് എല്ലാത്തിനും അങ്ങോട്ട് ഇറക്കി വിട്ടു ഈ ടാങ്കിക്ക് തന്നെ. ഇനി വേണം ബാക്കി ചെയ്യാനൊക്കെ. ഈ വിരലിൻ്റെ ഇത്ര ഭാഗം വെള്ളമാട്ടം നിറച്ചിട്ടുള്ളൂ. അതിനാവശ്യമുള്ളൂ. ഇവർക്ക് ശരിക്കും വേണ്ടത് വെള്ളത്തിന് ഉയരം കുറവും പരപ്പ് കൂടുതലുമാണ്. അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വെള്ളത്തിൻ്റെ അളവ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്.